ഒരു രൂപ നാണയത്തൊട്ട് കൊടുക്കാതെ, ഒരു കിലോമീറ്റർ നടക്കാതെ, ഒരു മെഴുകുതിരി കത്തിക്കാതെ, ഒരു പൂജക്രിയ കർമാദി പ്രവർത്തികൾ ചെയ്യാതെ സൗജന്യമായി നമ്മൾ നീതീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. പുറത്തുള്ള ആളുകൾ ചോദിക്കുകയാണ്, ഒരു യേശു മരിച്ചതുകൊണ്ട് ഈ ആയിരക്കണക്കിന് ആളുകൾ എങ്ങനെയാ രക്ഷപ്പെടുന്നത്? ഹല്ലേലൂയ. ഒരു ചോദ്യമല്ലേ, ഒരു യേശു മരിച്ചതുകൊണ്ട് ഇത്രയും ആളുകൾ എങ്ങനെ രക്ഷപ്പെടും? നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച ഒരു കഥ പറയാം. ഒരു രാജ്യത്ത് സമുദ്രത്തിന്റെ മുകളിലൂടെ കടന്നു പോകുന്ന ഒരു മേൽപ്പാലം ഉണ്ടായിരുന്നു, റെയിൽവേ പാലം. ഈ റെയിൽവേ പാലം ഏതിന്റെ മുകളിലൂടെ പോകുന്നത്? സമുദ്രത്തിന്റെ മുകളിലൂടെ. ഒരു കാവൽക്കാരനുണ്ട് അവിടെ. എന്തിനാ? സമുദ്രത്തിലൂടെ വലിയ കപ്പൽ വരുമ്പോൾ ഈ കാവൽക്കാരൻ ഒരു യന്ത്രത്തിന്റെ സ്വിച്ച് ഇടും. അപ്പോൾ യന്ത്രം കറങ്ങും. യന്ത്രം കറങ്ങുമ്പോൾ ഈ റെയിൽവേ പാളം ഇങ്ങനെ രണ്ട് സൈഡിലേക്ക് ഉയർന്ന് മാറി നിൽക്കും. കപ്പല് അതുവഴി കടന്നു പോകും. ട്രെയിൻ വരുന്ന സിഗ്നൽ കേൾക്കുമ്പോൾ കാവൽക്കാരൻ വീണ്ടും യന്ത്രം ചലിപ്പിക്കുമ്പോൾ ഈ റെയിൽവേ പാളം ഇങ്ങനെ വന്ന് ജോയിന്റ് ആവും. ഇങ്ങനെ ഒരു പാലം ലണ്ടനിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ അവിടെ പോയപ്പോൾ കണ്ടതാണ്. ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന അകന്നു മാറുന്ന പാലം. നിങ്ങൾ ശ്രദ്ധിച്ചോണം. അങ്ങനെ ഒരു ദിവസം ഈ റെയിൽവേ പാളം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സമയം കാവൽക്കാരൻ തന്റെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടൊരു പന്ത് തട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഒരേ ഒരു മകനേ ഉള്ളൂ. പന്ത് തട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാ ട്രെയിൻ വരുന്ന സിഗ്നൽ. ട്രെയിൻ വരുന്നു എന്ന് കേട്ടു. കാവൽക്കാരൻ കുഞ്ഞിനോട് പറഞ്ഞു, മോനെ പപ്പ ഇപ്പൊ വരാം, യന്ത്രം ഓൺ ചെയ്തിട്ട് വരാം, മക്കൾ ഇവിടെ ഇരുന്ന് കളിച്ചോ എന്ന് പറഞ്ഞ് പന്ത് അവിടെ വെച്ച് കൊടുത്തിട്ട് പപ്പ യന്ത്രം ഓൺ ചെയ്യാൻ അങ്ങോട്ട് ഓടിപ്പോയി. ഈ കുഞ്ഞ് ഇവിടെ ഇരുന്ന് പന്ത് തട്ടിയപ്പോൾ ഈ പന്ത് നേരെ യന്ത്രത്തിന്റെ ചക്രത്തിലോട്ട് പോയി വീണു. ശ്രദ്ധിച്ചേ, ഈ കുഞ്ഞ് ഓടിച്ചെന്ന് പന്തെടുക്കാൻ ആ യന്ത്രത്തിന്റെ അകത്തേക്ക് തലയിട്ടുകൊണ്ട് ഇങ്ങനെ പന്തെടുക്കാൻ നിൽക്കുമ്പോൾ സ്വിച്ച് ഇടാൻ പോയ അപ്പൻ കാണുന്നു, കുഞ്ഞ് യന്ത്രത്തിന്റെ അകത്തേക്ക് കൈയിട്ടിരിക്കുന്നു. ട്രെയിൻ അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൻ ഒരു നിമിഷം പകച്ചു. ഒറ്റ വഴിയേ ഉള്ള അപ്പന്റെ മുമ്പിൽ, ഒന്നുകിൽ ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുത്തു മാറ്റാം, പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ സമുദ്രത്തിന്റെ അഗാധ ഗർഭത്തിലേക്ക് പതിക്കും. അപ്പന്റെ മുമ്പിൽ രണ്ടാമത്തെ ഒരു ചിന്തയുണ്ട്, സ്വന്തം കുഞ്ഞിനെ മറന്നു കളയാം, ആയിരക്കണക്കിന് ആളുകളെ രക്ഷിക്കാം. ഹല്ലേലൂയ. രണ്ടാമതൊന്നും ചിന്തിച്ചില്ല. ആ അപ്പൻ യന്ത്രത്തിന്റെ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ അപ്പോ ഒരു വിളിയോടെ ഈ ചോരക്കുഞ്ഞ് യന്ത്രത്തിന്റെ അകത്ത് കിടന്ന് ഞെരിഞ്ഞമർന്ന് രക്തത്തുള്ളികൾ ഇറ്റിറ്റിറ്റു വീഴുമ്പോൾ പിതാവിന്റെ ഹൃദയത്തിൽ ഒരു സന്തോഷം. ആയിരക്കണക്കിന് ആളുകൾ രക്ഷപ്പെട്ടു. ഇന്ന് രാത്രിയിൽ കാൽവരി ക്രൂശിലേക്ക് നോക്കിയാൽ, അപ്പാ എന്റെ പിതാവേ നീ എന്നെ കൈവിട്ടോ എന്ന് നിലവിളിച്ചുകൊണ്ട് തന്റെ ഏകജാതനായ പുത്രൻ ആമേ ചക്രത്തിന്റെ അകത്ത് പെട്ടതുപോലെ അവസാനത്തെ തുള്ളി രക്തം വരെയും കാൽവരിയിൽ ഒഴുക്കുമ്പോൾ പിതാവിന്റെ ഹൃദയത്തിന്റെ അകത്തൊരു സന്തോഷമുണ്ട്.